നമ്മുടെ അംഗനവാടിയിൽ നിന്നും ഇനി മുതൽ സേവനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും 2-way ഓതൻറ്റിക്കേഷൻ സിസ്റ്റം പൂർത്തീകരിക്കണം. അതായത് നമ്മുടെ കുട്ടികൾ 3 to 6 വയസ്സ് വരെയുള്ള കുട്ടികളെ അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഇത്തരം കുട്ടികൾക്ക് ഇനി അംഗൻവാടിയിൽ നിന്നും പ്രീ സ്കൂൾ കുട്ടികളുടെ സേവനങ്ങളോ അല്ലാത്ത കുട്ടികൾക്ക് കിട്ടുന്ന സേവനങ്ങളോ മുടക്കം കൂടാതെ ലഭിക്കണമെങ്കിൽ ആ കുട്ടിയുടെ KYCയും ഒപ്പം തന്നെ ഫോട്ടോ എടുക്കലും പൂർത്തിയാക്കണം. നാളിതുവരെ അംഗൻവാടി വർക്കറുടെ ലോഗിൻ വഴി മാത്രമാണ് അത് സാധ്യമായിരുന്നതെങ്കിൽ ഇന്ന് കുട്ടികളുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കോ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ 2 പ്രോസസ്സും പൂർത്തിയാക്കാൻ സാധിക്കും. അതിന് ഈ വീഡിയോ അവസാനം വരെ കാണുക. അതിന് മുന്നായിട്ട് 2 സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. അതായത് നമ്മുടെ കുട്ടിയെ അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയം കുട്ടിയുടെ ആധാർ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് കുട്ടിയുടെ അമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ അതായത് മുത്തശ്ശൻ്റെയോ മുത്തശ്ശിയുടെയോ ഒക്കെ ആധാർ ഉപയോഗപ്പെടുത്തിയിട്ടായിരിക്കും ടീച്ചറുടെ ആപ്പ് വഴി ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത കുട്ടിയുടെ KYCയും FRSും എങ്ങനെയാണ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സാഹചര്യം. അതിന് ആദ്യം കാണുന്ന സെഷൻ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് പ്രകാരം 2-way ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കുക. ഇനി രണ്ടാമത്തെ സാഹചര്യമുണ്ട്. അത് ആദ്യത്തെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അതായത് നമ്മളെ കുട്ടിയെ അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്തത് തന്നെ കുട്ടിയുടെ ആധാർ ഉപയോഗപ്പെടുത്തിയായിരിക്കും. അത്തരത്തിലുള്ള രക്ഷിതാക്കൾ ചെയ്യേണ്ടത് ആ കുട്ടിയുടെ KYCയും ആധാറിനും പകരം കുട്ടിയുടെ അമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന രക്ഷിതാവിൻ്റെയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി KYCയും FRSും പൂർത്തീകരിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് രണ്ടാമത്തെ സെഷനിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 സെഷനുകളും കൃത്യമായി മനസ്സിലാക്കി ഏത് രൂപത്തിലാണ് നിങ്ങളെ കുട്ടി ഇപ്പോൾ ഏത് ആധാർ കാർഡ് പ്രകാരമാണ് നിങ്ങളെ കുട്ടിയെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ കാർഡ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് തുടർന്ന് വരുന്ന വീഡിയോയിൽ വ്യക്തമായി അറിഞ്ഞിരിക്കും. അതിനു മുന്നേ നിങ്ങൾ കൊടുക്കുന്ന ആധാർ നമ്പറിൽ ഒരു മൊബൈൽ നമ്പർ ലിങ്ക്ഡ് ആയിരിക്കും. ആ മൊബൈൽ നമ്പറിൽ നിർബന്ധമായിട്ടും SMS പ്ലാൻ ആക്റ്റീവായിട്ടുള്ള ഒരു റീചാർജ് കൂടെ ചെയ്തിരിക്കണം. കാരണം ഒരു OTP നമുക്ക് വരും. ആ OTP ഉണ്ടെങ്കിൽ മാത്രമാണ് KYC നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോർഷൻ ട്രാക്കർ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഭാഗത്ത് നിന്ന് ബെനിഫിഷ്യറി എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇത്തരത്തിൽ കാണുന്ന പേജിൽ നിങ്ങൾ അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്യാൻ കൊടുത്തിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ഉണ്ടാവും. ആ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്യണം. കൃത്യമായി ആ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം റിക്വസ്റ്റ് OTP എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു OTP നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലോട്ട് വരും. ആ OTP ആണ് നിങ്ങൾ ഇവിടെ സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഈ പ്രോസസ്സൊക്കെ കൃത്യമായിട്ട് നമ്പർ തെറ്റ് കൂടാതെ എൻ്റർ ചെയ്ത് റിക്വസ്റ്റ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. 5 മിനിറ്റ് സമയം നമുക്കുണ്ട്. അതിനകം തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് വന്നിട്ടുള്ള OTP സ്വീകരിച്ച് ഈ കാണുന്ന ഭാഗത്ത് ആ 4 അക്ക OTP ഇവിടെ നിങ്ങൾ രേഖപ്പെടുത്തണം. കൃത്യമായി ആ 4 അക്ക OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ OTP എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജിലോട്ട് എത്താൻ സാധിക്കും. ഇവിടെ നിന്നാണ് നിങ്ങളുടെ കുട്ടിയെ ഏത് ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയാണ് രജിസ്റ്റർ ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഈ ഭാഗം ശ്രദ്ധിക്കുക. ഇവിടെ ഗാർഡിയൻ ആധാറാണ്. അതായത് അമ്മയുടെയോ അച്ഛൻ്റെയോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയാണ് ഇവിടെ കുട്ടിയെ രജിസ്റ്റർ ചെയ്തത്. ഇനി നമ്മൾക്ക് ഇവിടെ കംപ്ലീറ്റ് KYC എന്ന് കാണുന്ന ഭാഗം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇവിടെ ക്യാപ്ചർ ഫോട്ടോ, ഇത് രണ്ടും നടന്നിട്ടില്ല. ഫോട്ടോ എടുക്കലും KYCയും പൂർത്തിയായിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ് KYC എന്ന് കാണുന്ന ഈ ഭാഗത്താണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടത്. അങ്ങനെ ആ ഭാഗം നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത ഉടനെ ആ കുട്ടിയുടെ ഗാർഡിയൻ്റെ ആധാർ കാർഡാണല്ലോ ആദ്യം വെരിഫൈ ചെയ്യാൻ ഉപയോഗിച്ചത്. അവരുടെ ഡീറ്റെയിൽസ് അവിടെ കാണും. അതിനുശേഷം ഇതെല്ലാം വായിച്ച് ക്ലിയർ ആയതിനു ശേഷം ഒരു തവണ KYC തെറ്റുകൂടാതെ എൻ്റർ ചെയ്യണം. അതിനുശേഷം പ്രൊസീഡ് എന്ന് കാണുന്ന ഭാഗം ശ്രദ്ധിക്കുക. ഈ പ്രൊസീഡ് എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് വേണം അടുത്ത പേജിലോട്ട് പോകാൻ. അതിനിവിടെ ക്ലിക്ക് ചെയ്യുക. ഒരു തവണ KYC തെറ്റിയാൽ പിന്നീട് തിരുത്താൻ കഴിയില്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ആധാർ കാർഡിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും മൊബൈൽ നിങ്ങളുടെ കയ്യിൽ കരുതണം. ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ SMS പ്ലാൻ ആക്റ്റീവായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ആയിരിക്കണം ആധാർ കാർഡിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എന്ന് പറയാൻ. അപ്പോൾ ഇതെല്ലാം കയ്യിൽ കരുതിക്കൊണ്ടായിരിക്കണം ഈ പ്രോസസ്സിലോട്ട് വരാൻ. പ്രൊസീഡ് കൊടുത്ത ഉടനെ ഈ പേജിലോട്ടെത്തും. അതായത് ആധാറിൻ്റെ സൈറ്റിലോട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഈ ഭാഗത്ത് നിന്ന് അതായത്
ഗാർഡിയൻ്റെ ആധാറാണല്ലോ ഉപയോഗിച്ചത്. അപ്പോൾ ഗാർഡിയൻ്റെ ആധാർ നമ്പർ തന്നെ ഇവിടെ എൻ്റർ ചെയ്യണം. അവിടെ അമ്മയുടെ ആധാറാണ് തുടക്കത്തിൽ ചെയ്തതെങ്കിൽ അമ്മയുടെ ആധാർ തന്നെ ചെയ്യണം. അതേസമയം അച്ഛൻ്റെ ആധാർ കാർഡാണ് വെരിഫൈ ചെയ്യാൻ ഉപയോഗിച്ചത്, നിങ്ങൾ ആദ്യം പേജിൽ കണ്ടതെങ്കിൽ അച്ഛൻ്റെ അതേ നമ്പർ ആധാർ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്, അതേ ആധാർ നമ്പർ. ഇപ്പോൾ ഇവിടെ ഗാർഡിയൻ്റെ ആധാർ നമ്പറാണ്, അപ്പോൾ ഗാർഡിയൻ്റെ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തു. ഒരിക്കലും കുട്ടിയുടെ ആധാർ നമ്പർ അല്ല ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്, കാരണം കുട്ടിക്ക് ആധാർ എടുത്തിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോൾ അത് എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ആ ഗാർഡിയൻ്റെ ആധാർ നമ്പർ കൃത്യമായി നമ്മൾ എൻ്റർ ചെയ്തു. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡ്, ഇടതുവശത്ത് കാണുന്ന ക്യാപ്ച കോഡ് വലത് വശത്ത് കാണുന്ന ആ കോളത്തിലേക്ക് അതേപടി ചെറിയ അക്ഷരമാണോ വലിയ അക്ഷരമാണോ നോക്കി അതേപടി നിങ്ങളൊന്ന് പകർത്തി എൻ്റർ ചെയ്യണം. അതിനുശേഷം താഴെ കാണുന്ന പച്ച നിറത്തിലുള്ള നെക്സ്റ്റ് ബട്ടണാണ് അവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ നെക്സ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലോട്ട് പോവുക. ഇത്തരത്തിൽ അടുത്ത പേജിലോട്ട് പോകുന്ന സമയം നിങ്ങളുടെ ആധാർ നമ്പറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ആ മൊബൈൽ നമ്പർ അവസാന 4 അക്ക കോഡ് അവിടെ കാണും, 4 അക്ക ഡിജിറ്റ് കാണും. അതിലേക്ക് ഒരു OTP പോയിട്ടുണ്ടാവും. ആ OTP നിങ്ങളുടെ ഫോണിൽ നിന്ന് എടുത്ത് അത് സ്വീകരിച്ച് ആ കോളത്തിൽ നിങ്ങളൊന്ന് എൻ്റർ ചെയ്യണം. OTP തെറ്റുകൂടാതെ എൻ്റർ ചെയ്യണം. കൃത്യമായി 10 മിനിറ്റ് സമയം നമുക്കുണ്ട്. അതിനകത്ത് തെറ്റുകൂടാതെ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വന്ന OTP കൃത്യമായി രേഖപ്പെടുത്തി കണ്ടിന്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്തൊന്ന് വെയിറ്റ് ചെയ്യണം. അത് സെർവറിലേക്ക് പോയി ഉടനെ തന്നെ KYC സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന മെസ്സേജ് കാണാൻ സാധിക്കും. KYC പൂർത്തിയായി. ഇനി പ്രൊസീഡ് ടു ഫേസ് ക്യാപ്ചർ എന്നുള്ള കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. 2-way ഓതൻറ്റിക്കേഷൻ്റെ മറുഭാഗമാണിത്. കാണുന്ന പ്രൊസീഡ് എന്നുള്ള ഭാഗം നിങ്ങൾക്ക് വീണ്ടും കാണാം. ആ ഭാഗം ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള കാണാം, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇടതുവശത്ത് നിങ്ങളുടെ ആധാർ കാർഡിലുള്ള ഒരു ഫോട്ടോ അവിടെ പ്രത്യക്ഷമായി വരും. നിങ്ങളുടെ പേരും കാണും. അപ്പോൾ അവിടെ KYC പൂർത്തിയായി. ഇനി പ്രൊസീഡ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഒരു ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. അതിൽ കൃത്യമായി നിങ്ങളുടെ ഫോട്ടോ, ആരുടെ ആധാർ കാർഡാണോ ഉപയോഗപ്പെടുത്തിയത് അവരുടെ ഫോട്ടോ, അച്ഛൻ്റെയോ അമ്മയുടെയോ ഗാർഡിൻ്റെയോ ആരുടെയാണോ ഉപയോഗപ്പെടുത്തി അവരുടെ ഫോട്ടോ കൃത്യമായി ആ വൃത്തത്തിനുള്ളിൽ മുഖം കാണിച്ച് വെരിഫൈ ചെയ്യുക. കണ്ണ് ചിമ്മിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഫോട്ടോ എടുക്കുക. ഐ ബ്ലിങ്കും സ്ട്രൈറ്റ് ഫേസും കറക്റ്റ് ആണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇതൊരു സാഹചര്യം. ഇനി അടുത്ത സാഹചര്യം നോക്കുക. കുട്ടിയുടെ ആധാറാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തതെങ്കിൽ അത് മാറ്റി അമ്മയുടെയും അച്ഛൻ്റെയോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ KYCയും FRSും ചെയ്യുന്ന രൂപമാണ് ഇനി വിശദീകരിക്കുന്നത്. ഇത് രണ്ടാമത്തെ സാഹചര്യമാണ്. ഓൾറെഡി ഒന്നുകൂടെ മനസ്സിലാക്കുക. നമ്മൾ തുടക്കത്തിലെ കുട്ടിയുടെ ആധാർ കാർഡാണ് ഉപയോഗപ്പെടുത്തിയതെങ്കിൽ KYC ചെയ്യുമ്പോൾ ഒരിക്കലും കുട്ടിയുടെ KYC ചെയ്യാൻ പാടുള്ളതല്ല. പകരം അമ്മയുടെയോ അച്ഛൻ്റെയോ രക്ഷിതാവിൻ്റെയോ KYC ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നോക്കുക, ചൈൽഡ് ആധാർ എന്ന് കാണുന്നുണ്ടാവും, കണ്ടില്ലേ? ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുടക്കത്തിൽ ആരുടെ ആധാർ കാർഡാണ് അംഗനവാടിയിൽ രജിസ്റ്റർ ചെയ്തത് എന്നുള്ളത് ഈ ഭാഗത്ത് ഈ വൃത്തത്തിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ, ചൈൽഡ് ആധാർ എന്ന് കൊടുക്കുന്നത്. അതായത് ഈ കുട്ടിയുടെ തന്നെ 3 to 6 വയസ്സുള്ള നിങ്ങളുടെ കുട്ടിയുടെ തന്നെ ആധാറാണ് നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അത് നമുക്ക് മാറ്റണം. അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അവിടെ അമ്മയുടേതാണോ അച്ഛൻ്റെയാണോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ 3 ആളുടെ ആരിലെങ്കിലും ഒരാളുടെ ആധാർ കാർഡ് നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ കുട്ടിയുടെ KYCയും FRSും പൂർത്തിയാക്കാം. ആ സാഹചര്യത്തിൽ ആരുടെ ആധാർ കാർഡ് വെച്ചിട്ടാണോ നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത് അവരുടെ ഫോട്ടോ ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും ആദ്യം പോർഷൻ ട്രാക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് തുടക്കം പോലെ തന്നെ ബെനിഫിഷ്യറി എന്നുള്ള ഈ ടാബാണ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന സമയം നിങ്ങൾക്കൊരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. അതായത് അംഗനവാടിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ മൊബൈൽ നമ്പറിലോട്ട് നിങ്ങൾ ആ ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേ നമ്പർ തന്നെ ആവണം കൊടുക്കേണ്ടത്. വേറെ നമ്പർ കൊടുത്താൽ അവിടെ ഒരു ഗുണഭോക്താവിനെയും കാണില്ല. അതിനുശേഷം വെരിഫൈ OTP വന്നു. OTP അടിച്ചു കൊടുത്തു. വെരിഫൈ OTP എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തുടർന്ന് പേജ് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ പേജിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇവിടെ കുട്ടിയുടെ ഫോട്ടോ എടുക്കേണ്ടതായിട്ട് സാഹചര്യം വരും. താഴെ ഇവിടെ KYC എന്ന് കാണുന്ന ഭാഗം കാണും. അവിടെ ചൈൽഡ് ആധാറാണുള്ളത്. അവിടെ ചേഞ്ച് KYC എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ അടുത്ത വിൻഡോ ആണ്. അമ്മയുടെയാണോ അച്ഛൻ്റെയാണോ ഗാർഡിയൻ്റെയാണോ ആരുടെയാണ് ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ ഭാഗം ക്ലിക്ക് ചെയ്താൽ പച്ച ടിക്ക് വരും. അതിനുശേഷം ആധാർ നമ്പർ ഓഫ് മദർ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ആധാർ നമ്പർ ആ കാണുന്ന ഭാഗത്താണ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അച്ഛൻ്റെയാണ് സെലക്ട് ചെയ്തെങ്കിൽ അച്ഛന് നേരെ ടിക്ക് വരും. എന്നിട്ട് ആധാർ നമ്പർ ഓഫ് ഫാദർ എന്ന് കാണും. ഗാർഡിൻ്റെ ആണെങ്കിൽ ആധാർ നമ്പർ ഓഫ് ഗാർഡിയൻ എന്ന് വരും. ഇപ്പോൾ സൗകര്യം നമ്മുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നേരെ ആ പച്ച ടിക്ക് മാർക്ക് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ആധാർ നമ്പർ ഓഫ് മദർ എന്ന് കാണുന്ന
ആ കോളത്തിൽ നമ്മൾ കേഴ്സർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കേഴ്സർ ബ്ലിങ്ക് ആയി വരും. ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആധാർ നമ്പർ തെറ്റുകൂടാതെ അവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. കൃത്യമായി 12 അക്ക ഡിജിറ്റാണ് നമ്മളവിടെ രേഖപ്പെടുത്തേണ്ടത്. അത്തരത്തിൽ എൻട്രി പൂർത്തിയാക്കിയതിന് ശേഷം പ്രൊസീഡ് എന്ന് കാണുന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. പ്രൊസീഡ് എന്ന് കാണുന്ന ഗോ ബാക്ക് ഉണ്ട്, പ്രൊസീഡ് ഉണ്ട്. ഗോ ബാക്ക് ഒരിക്കലും കൊടുക്കാൻ പാടുള്ളതല്ല. നമ്മൾ മുന്നോട്ട് പോകുന്നതിന് പ്രൊസീഡ് എന്ന് കാണുന്ന ഈ ബട്ടണാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ ആധാർ നമ്പറൊക്കെ കൃത്യമായി എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രൊസീഡ് എന്ന് കാണുന്ന ഈ ബട്ടണിലോട്ടാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത പേജിലോട്ടെത്തും. അവിടെ അമ്മയുടെ ഡീറ്റെയിൽസ് വരും, നമ്മുടെ ആധാർ കാർഡിൻ്റെ ലാസ്റ്റ് നമ്പർ കാണും. അതിന് തൊട്ട് താഴെ പ്രൊസീഡ് എന്ന് കാണുന്ന ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുത്ത ഒരു മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ പറയുന്നത് കൃത്യമായ KYC ഒരു തവണ പൂർത്തിയാക്കിയാൽ പിന്നെ തിരുത്താൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് വരും, അടുത്തൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ആധാർ കാർഡ് നമ്പറാണ് ഇവിടെ വീണ്ടും എൻ്റർ ചെയ്യേണ്ടത്. ആധാറിൻ്റെ സൈറ്റിലോട്ട് എത്തി. ഇനി ആധാർ നമ്പർ അമ്മയുടെയാണ് നമ്മളവിടെ സെലക്ട് ചെയ്തത്. ആയതുകൊണ്ട് തന്നെ അമ്മയുടെ ആധാർ നമ്പർ കൃത്യമായി 12 അക്ക ഡിജിറ്റ് ഇവിടെ എൻ്റർ ചെയ്യണം. ഓർക്കുക, തുടക്കത്തിൽ നമ്മൾ ആരുടെയാണോ അവിടെ സെലക്ട് ചെയ്തത് അവരുടെ തന്നെ ആധാർ നമ്പറാണ് ഇവിടെ വീണ്ടും എൻ്റർ ചെയ്യേണ്ടത്. ഇത്തരത്തിൽ കൃത്യമായി അമ്മയുടെ ആധാർ കാർഡ്, അച്ഛൻ്റെയാണ് തുടക്കം കൊടുത്തതെങ്കിൽ അച്ഛൻ്റെ കൊടുക്കാം, അമ്മയുടെ ആണെങ്കിൽ അമ്മയുടെ ആധാർ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡ് അതേപോലെ തന്നെ നമ്മൾ പകർത്തി ക്യാപ്ച കോഡ് കൂടി അവിടെ രേഖപ്പെടുത്തണം. അത് കൃത്യമായി രേഖപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ട് താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ പച്ച നിറത്തിൽ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വേണം അടുത്ത ഘട്ടത്തിലേക്ക് പോവാൻ. നെക്സ്റ്റ് ബട്ടൺ കൊടുത്ത ഉടനെ നമ്മൾക്ക് ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP പോവും. അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് ആധാർ നമ്പറിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ OTP വരുന്ന മൊബൈൽ നമ്പർ കയ്യിൽ കരുതാൻ പറയുന്നത്. ആ മൊബൈലിൽ വന്നിട്ടുള്ള ആ OTP നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, സ്വീകരിച്ച് ഇവിടെ കൃത്യമായി അത് എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് എൻട്രി പൂർത്തിയാക്കി കഴിഞ്ഞാൽ തൊട്ട് താഴെ കാണുന്ന കണ്ടിന്യൂ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്കത് ഒരു സക്സസ്ഫുൾ മെസ്സേജ് അവിടെ കാണും. അതായത് KYC സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന മെസ്സേജ് കാണും. തൊട്ട് താഴെ കാണുന്ന പ്രൊസീഡ് ടു ഫേസ് ക്യാപ്ചർ എന്ന് കാണുന്ന ഭാഗത്താണ് അടുത്ത് പോകേണ്ടത്. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ അടുത്ത പ്രൊസീഡ് എന്ന് കാണുന്ന ഈ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ KYC ലിങ്ക് ചെയ്തിട്ടുള്ള അമ്മയുടെയോ അച്ഛൻ്റെയോ ആരുടെയാണോ ആ ഒരു ഫോട്ടോ നമുക്ക് ഇടതുവശത്ത് കാണും. അത് ആധാറിൽ അധിഷ്ഠിതമായിട്ടുള്ള ഫോട്ടോ ആണ്. അത് കണ്ടതിന് ശേഷം നമ്മൾ തൊട്ട് താഴെ വരുന്നു, പ്രൊസീഡ് എന്ന് കാണുന്ന ബട്ടൺ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. ആ ക്യാമറ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ കൃത്യമായി ആ ഗുണഭോക്താവിൻ്റെ തല മുതൽ ഷോൾഡർ വരെയുള്ള ഭാഗം കൃത്യമായി ആ വൃത്തത്തിനുള്ളിൽ കൊണ്ടുവന്ന് കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്ത് കൊടുക്കുക. അവിടെ തൊട്ട് താഴെ അങ്ങനെ കാണിക്കും ഐ ബ്ലിങ്ക്, സ്ട്രൈറ്റ് ഫേസ് ഓക്കെയാണ്. പച്ച നിറം വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക് അത് ക്ലിക്കാവും. ഉടനെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുക. വെരിഫൈ ഇമേജ് പ്ലീസ് വെയിറ്റ് കഴിഞ്ഞാൽ ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് കാണും. താങ്ക്